മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേഖയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് അനന്തുവിന്റെ അടുത്തേക്ക് വരികയാണ്. അനന്ത് പറയുന്നുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് കമലേശ്വരത്തിലേക്ക് എത്തട്ടെ, അവിടെ ചെന്ന് മഹിയെയും കൂട്ടിയിട്ട് വരാം, കണ്ണനോട് കുറച്ചു നേരം സംസാരിച്ചിരിക്കും വേണമെന്ന് പറയുമ്പോൾ, അതെ അനന്തുവേട്ട, ഇന്ന് എന്തായാലും മഹിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതെന്താ ലേഖയെ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇതിപ്പോ കുഞ്ഞുണ്ടായ നീ ആ കുഞ്ഞിനെയും മഹിയെയും വിട്ടുകൊടുക്കില്ല എന്നാണല്ലോ തോന്നുന്നത്. അല്ല അനന്തുവേട്ട, ഞാൻ ഇന്നലെ രാത്രി കുറച്ച് ദുർസ്വപ്നങ്ങളൊക്കെ കണ്ടു. എന്ത് സ്വപ്നങ്ങൾ? അത് എനിക്ക് പറയാൻ പോലും പേടിയാവുകയാണ്. അത്രയ്ക്കും മോശപ്പെട്ട ഒരു സ്വപ്ന കണ്ടത്. അല്ല, ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളൊന്നും ഫലിക്കില്ല എന്നല്ലേ? അതുകൊണ്ടായി ചോദിക്കുന്നത്. നീ തുറന്നു പറഞ്ഞോ? ഇല്ല അനന്തവേട്ടാ, എനിക്ക് നല്ല ഭയമുണ്ട്. എത്രയും പെട്ടെന്ന് മക്കി ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇതിപ്പോ ശരിക്കും ഒരു റിസ്ക് എടുക്കുകയാണ്. അവിടെ മഹിയുടെ രണ്ടാനച്ഛന്റെ മോളെ ഇട്ട് കഷ്ടപ്പെടുത്തുമ്പോ അതിനുള്ളിൽ അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല ഇപ്പൊ മഞ്ജുവിനെയും അങ്ങോട്ട് കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. ഈ അമ്മയാകാൻ പോകുന്ന രണ്ട് പെൺകുട്ടികളും അവിടെ ഇരിക്കുന്നത് ഒട്ടും സേഫ് അല്ല എന്ന് പറയുമ്പോ, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, മഞ്ജുവിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. എങ്കിൽ സാഗറിനെയും വിളിച്ചിട്ട് വായോ, കണ്ണേട്ടനെയും ഇവിടെ വന്ന് കുറച്ചു ദിവസം നിൽക്കാനായിട്ട് പറയും. അത് ശരിയാവില്ല. കാര്യം എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോ ഒരു സന്തോഷമൊക്കെ തന്നെയാണ്. പക്ഷെ കണ്ണൻ ആ തറവാട് വീട് വിട്ട് ഇവിടേക്ക് വന്നിരുന്നാൽ കുറച്ച് ദിവസം അത് പ്രശ്നമാവും. അവർക്ക് എല്ലാവർക്കും തറവാട് അവരുടേതാണെന്ന് തോന്നും. അപ്പോ ആധിപത്യം എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നീട് കണ്ണനും മഹിയും കുഞ്ഞും ആ വീട്ടിലേക്ക് പോകുമ്പോൾ അത് അവർക്ക് അങ്ങോട്ട് ദഹിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഇപ്പോ കണ്ണൻ ആ വീട് വിട്ട് വരാത്തത് തന്നെയാണ് നല്ലത്. കണ്ണൻ അവിടെ ഇരിക്കട്ടെ, മഞ്ജുവിനെയും മഹിയെയും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം നമുക്ക് ആലോചിക്കാം. എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് അനന്തവേട്ടൻ കമലേശ്വരത്തിലേക്ക് പോകാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് ലേഖയാണെങ്കിൽ അനന്തവിനെ അവിടെ നിന്ന് വിട്ടയക്കുന്നു. പിന്നീട് അത് രാവിലെ തന്നെ കുളിച്ച് കരുണയാണെങ്കിൽ ബാത്റൂമിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പൊതിച്ചു മൂടി കിടക്കുന്ന ഉണ്ണിയെയാണ് കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ അവൾക്ക് ശരിക്കും കലി കയറുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയൊന്ന് തുറച്ചു നോക്കിയതിനു ശേഷം ആ ഒരു രംഗം അവൾ ഓർക്കുകയാണ്. മറ്റൊന്നുമല്ല, പെണ്ണ് കാണാനായിട്ട് വരുന്ന സമയത്ത് ആരോഗ്യവാനായിട്ടുള്ള ഉണ്ണിയെ തനിക്ക് കിട്ടാൻ പോകുന്ന സന്തോഷവും, അതുപോലെ തന്നെ വികലാംഗനായിട്ടുള്ള കണ്ണൻ മഹാലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ പോകുന്ന സന്തോഷത്തില് നിന്ന കരുണയെയാണ് അവൾ ശരിക്കും ഓർക്കുന്നത്. അതൊക്കെ മാറി ഇപ്പോ അടുക്കളപ്പണിക്കാരിയാക്കി തന്നെ മാറ്റിയ ഒരു കൊച്ചമ്മയായിട്ടുള്ള മഹിയെയും അവൾ ഓർക്കുകയാണ്. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ കരുണയുടെ കണ്ണിലൂടെ കണ്ണീരിന് പകരം ചോര ഒലിച്ചു വരുന്നത് പോലെയാണ് അവൾക്ക് തോന്നുന്നത്. പിന്നീട് റൂമിന്റെ ഒരറ്റത്ത് പോയിട്ട് കരുണ അങ്ങനെ ദേഷ്യത്തോടെ എന്തൊക്കെയോ ഓർത്തങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് മഹി അവിടേക്ക് കയറി വരുന്നത്. സ്റ്റെപ്പ് കയറാനൊക്കെ മഹിക്കിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വയറൊക്കെ താങ്ങി പിടിച്ച് കരുണയെ കാണാനായിട്ട് അവൾ മുകളിലേക്ക് കയറി വരികയാണ്. കരുണ ഒരറ്റത്ത് നിൽക്കുന്നത് കാണുമ്പോൾ മഹിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. കരുണെ, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? കരുണയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ ദേഷ്യത്തിൽ വിറച്ചു നിൽക്കുകയാണ്. കരുണെ, നിന്നോടാ ചോദിക്കുന്നത്, എന്താ എന്താ കാര്യം? അല്ല, അതിരാവിലെ കുളിച്ച് അടുക്കളയിലേക്ക് കയറേണ്ട ആളാണല്ലോ, എന്നിട്ടെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? മഞ്ജു കൂടി വന്നിരിക്കുകയാണ്. മഞ്ജുവിന്റെ കാര്യം ഞാൻ കൃത്യമായിട്ട് നോക്കണമെന്ന് പറഞ്ഞതല്ലേ? നോക്കാനേ എനിക്ക് മനസ്സില്ല. അതെന്താ കരുണെ ഇപ്പൊ അങ്ങനെ പറയുന്നേ? നിന്നോട് അടുക്കളപ്പണി ചെയ്യാനായിട്ടും ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനായിട്ടും ഞാൻ ഏൽപ്പിച്ചതല്ലേ? പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയണോ നിന്നോട്? അതെ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മനസ്സില്ലാന്ന്. അങ്ങനെ ഈ വീട്ടിലെ വേലക്കാരിയായിട്ട് എനിക്ക് ജീവിക്കേണ്ടേടി. കരുണെ, നീ ഇത് നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ട് തന്നെയാണോ പറയുന്നത്? അതേടി, ആലോചിച്ച് എടുത്ത തീരുമാനം തന്നെയാണിത്. എനിക്ക് സൗകര്യമില്ല. കൂടി വന്ന നീയൊക്കെ കൂടി എന്ത് ചെയ്യും? എന്റെ അച്ഛനെ കോടതി കയറ്റുമായിരിക്കും. എനിക്കും ജയിലിലേക്ക് പോവാനും അവിടെ കിടക്കാനും യാതൊരു മടിയുമില്ല. അതുകൊണ്ടേ നീയൊക്കെ എന്താന്ന് വെച്ച് ചെയ്തോ. എന്നാലും ഇവിടെ ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാൻ കരുണയെ കിട്ടില്ല. കരുണെ, ഞാനിത് നിന്റെ നല്ല ഭാവിയെ കുറിച്ച് ഓർത്താ പറയുന്നത്. ഈ കുക്കിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഭാവി ഉണ്ടാകും. ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്തും മറ്റുള്ളവർക്ക് വെച്ചു കൊടുക്കാനൊക്കെ നിനക്ക് കഴിയുമെന്ന് പറയുമ്പോൾ, അങ്ങനെ മറ്റുള്ളവർക്ക് വെച്ചു കൊടുത്തുള്ള സന്തോഷം എനിക്ക് വേണ്ടാടി. എനിക്ക് വേണ്ടതേ ഊൺമേശയിൽ വിഭവങ്ങൾ നിരത്തി അതിനു മുന്നിൽ ചെന്നിരിക്കുന്ന എന്നെയാണ്. അല്ലാതെ മറ്റുള്ളവർക്ക് അടുക്കളപ്പണി എടുത്ത് വെച്ച് വിളമ്പി കൊടുക്കേണ്ട എന്നെയല്ല. ആ ഗതികേട് എനിക്കില്ലടി. കരുണെ, ഇത്രയ്ക്കും ധിക്കാരം നിനക്ക് പാടില്ല. കണ്ണേട്ടൻ ഇപ്പൊ പുറത്തു പോയിരിക്കുകയാണ്. കണ്ണേട്ടൻ വന്നാ ഇതുപോലെ നീ സംസാരിക്കുമെന്ന് ചോദിക്കുമ്പോ അയാളോട് ഞാൻ എന്ത് സംസാരിക്കാനാ? ഞാൻ സംസാരിക്കും. എല്ലാവരും ചേർന്നേ എന്താന്ന് വെച്ച് ചെയ്തോ. തൂക്കി കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. എപ്പോഴും ചെയ്ത തെറ്റിന് ഞാൻ എന്തിനാ കിടന്ന് അനുഭവിക്കുന്നത്? കരുണെ, നീ പറയുന്നത് പോലെ നല്ല കാര്യങ്ങൾ. കണ്ണേട്ടൻ നിന്റെ അച്ഛനെ കോടതി കയറ്റിയാൽ പിന്നീട് നിന്റെ ജീവിതം ഓർക്കാൻ പോലും നിനക്ക് പറ്റില്ലെന്ന് പറയുമ്പോ, കുഴപ്പമില്ലടി, ഞാൻ പറഞ്ഞല്ലോ, കൊന്നിട്ടായാലും ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ മഹാലക്ഷ്മി തിരിച്ച് വിട്ടയക്കുകയാണ്. മഹിയാണെങ്കിൽ ഒരു വിധത്തിൽ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന സമയത്താണ് കരുണ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ദേഷ്യത്തിൽ വിറച്ച്
പുറകിൽ നിന്നും മഹിക്കിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്നത്. മഹിയാണെങ്കിൽ നിയന്ത്രണം തെറ്റി താഴത്തേക്ക് വീഴുകയാണ്. അതോടുകൂടി മഹിയുടെ ബോധവും നഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു സൗണ്ട് കേട്ടുകൊണ്ട് മഞ്ജു ആണെങ്കിൽ അടുത്ത റൂമിൽ നിന്നും ഓടി വരികയാണ്. എടത്തി എന്ന് വിളിച്ചുകൊണ്ട് അവൾ അലറി കരയുകയാണ്. ദുർഗയും ആ കാഴ്ച കണ്ടുകൊണ്ട് വരുന്നുണ്ട്. ലക്ഷ്മി എഴുന്നേൽക്കുന്നത് പറയുമ്പോൾ എന്റെ കുഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയാണെങ്കിൽ കരയുകയാണ് ചെയ്യുന്നത്. എടത്തി എന്ത് പറ്റി? അങ്ങനെ കരുണയാണെങ്കിൽ ദേഷ്യത്തിൽ വിറച്ചു നിൽക്കുന്നത് മഞ്ജുവും കാണുന്നുണ്ട്. കരുണയാണ് ഈ പണി ഒപ്പിച്ചെന്നുള്ള കാര്യം അവൾക്ക് ബോധ്യപ്പെടുകയാണ്. സൗണ്ട് കേട്ടുകൊണ്ട് ഉണ്ണിയും അങ്ങോട്ട് ഓടി വരികയാണ്. എന്ത് പറ്റിയതാ? അങ്ങനെ കരുണയാണെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് ഉണ്ണിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അവളെ ഇവിടെ നിന്നും താഴെ തെന്നി വീണതൊന്നല്ല, ഞാൻ ചവിട്ടിയിട്ടതാണ്, കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്നും കരുണ പോവുകയാണ്. ഉണ്ണിക്കാണെങ്കിൽ കരുണയുടെ ആ ഒരു ഭാവമാറ്റമൊക്കെ കണ്ട് ശരിക്കും ഒരു ഭ്രാന്തിയെ പോലെയാണ് തോന്നുന്നത്. ഇതേ സമയം കണ്ണനും അനന്തവും ഒരിടത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേഖയ്ക്ക് മഹിയെയും കുഞ്ഞിനെയും അവിടെ തന്നെ നിർത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അതെങ്ങനെയാടാ ശരിയാവുക? അല്ലെങ്കിൽ ലേഖയ്ക്ക് മഹിയെ വിടാതെ മനസ്സില്ല. എന്തൊക്കെ ദുർസ്വപ്നങ്ങൾ കണ്ടെന്നൊക്കെ പറയുന്നത്. പിന്നെ കണ്ണ സൂക്ഷിക്കണം, ഇപ്പൊ നിങ്ങൾ റിസ്ക് എടുത്തുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുമ്പോ ഞാൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെയാണടാ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഡെലിവറി കഴിഞ്ഞ് എന്തായാലും മഹി അവിടെ തന്നെ ആയിരിക്കുമല്ലോ. എന്തായാലും ഇന്ന് തന്നെ നീ മഹിയെയും കൂട്ടിയിട്ട് പോയിക്കോ. അല്ലെങ്കിലേ ലേഖ അവിടെ വെറുതെ ഇരിക്കും തോന്നുന്നില്ല. എന്നെ അവളെ കൊന്നുകളയും. എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് വരാനാ ഓർഡർ. ശരി, ആയിക്കോട്ടെ. അങ്ങനെ കണ്ണനാണെങ്കിൽ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് കാറിലേക്ക് കയറാൻ നിൽക്കുമ്പോഴേക്കും മഞ്ജുവിന്റെ കോള് വരികയാണ്. ഇതെന്താ വീട്ടിൽ നിന്നാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്യാണ്. അറ്റൻഡ് ചെയ്തത് മാത്രമേ കണ്ണന് ഓർമ്മയുള്ളൂ. ആ ഞെട്ടിക്കുന്ന വാർത്ത മഞ്ജു കണ്ണനോട് പറയുന്നു. എന്താ കണ്ണ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ അനന്തുവിനോട് വണ്ടി എടുക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ മോഹിനിയാണെങ്കിൽ വീട്ടിൽ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കരുണ അങ്ങോട്ട് വരുന്നത്. ഇതെന്താ മോളെ, നീ പെട്ടെന്ന് ഇങ്ങോട്ട്? എന്താ എനിക്കിവിടേക്ക് വരാൻ പാടില്ലേ? അല്ല, പാടായികയൊന്നുമില്ല, പക്ഷെ വഴക്കിട്ടാണോ നീ വരുന്നത്? എവിടെ എന്റെ അച്ഛനും മുത്തശ്ശിയും? എന്റെ അച്ഛനെന്ന് പറഞ്ഞ ആൾ ചെയ്ത തെറ്റിന് ഞാനാണിപ്പോ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ എന്താ കാര്യം? അവര് ഒരു തീർത്ഥാടനത്തിൽ പോയിരിക്കണം. അവര് പോട്ടെ, എല്ലാം കൊണ്ടും എല്ലാം അവസാനിപ്പിച്ചിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. എന്തൊക്കെയാ നീ പറയുന്നത്? കണ്ണനെയും മഹാലക്ഷ്മിയെയും ധിക്കരിച്ചിട്ടാണോ നിന്റെ ഈ വരവ്? ആണെങ്കിൽ എന്താ നിങ്ങക്ക്? മോളെ, നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാ ഇതിലേക്കാൾ ഉച്ചത്തിലായിരിക്കും എന്റെ മറുപടി. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. മോളെ, നീ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ വരുന്നത്? അതെ, ജയിലിൽ കിടക്കാൻ ഈ കരുണ തീരുമാനിച്ചു. അതുകൊണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തെന്ന് നീ പറയുന്നേ? ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ വിളിച്ച് തിരക്കെന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നു. ഈ സമയം മോഹിനിയാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. അവർ വേഗം തന്നെ ഫോൺ എടുത്ത് മഹിയെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ റിങ് ചെയ്യുന്നില്ല. മോഹിനിക്ക് കാര്യം മനസ്സിലാവുകയാണ്. എന്തൊക്കെയോ ഒപ്പിച്ചുകൊണ്ടാണ് കരുണയുടെ ഈ വരവെന്ന്. പിന്നീട് മാക്സിമം വേഗത്തിൽ തന്നെ മഹിയെ കൂട്ടിയിട്ട് മഞ്ജുവും അനന്തവും കണ്ണനും ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. നെറ്റിപൊട്ടി മഹിയുടെ ചോരയൊക്കെ ഒലിക്കുന്നുണ്ട്. മാത്രമല്ല അവൾക്കാണെങ്കിൽ തീരെ ബോധവുമില്ല. കണ്ണനാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്, കൂട്ടത്തിൽ മഞ്ജുവും. അങ്ങനെ മഹിയെ നേരെ ICUവിലേക്കാണ് കയറ്റുന്നത്. പിന്നീട് കണ്ണൻ ആകെ തകർന്നു നിൽക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, എടാ റിസ്ക് എടുത്തു പോയി, ഇത് വല്ലാത്തൊരു റിസ്ക് ആണ്. കൊലയാളിയായിട്ടുള്ള ഒരാളുടെ മകളാണ് കരുണ. വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവൾക്കുള്ളിൽ ഒരു കൊലയാളി ഉണ്ടെന്നുള്ള കാര്യം നീ മറന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഈ അവസ്ഥ വന്നത്. ഞാൻ എന്തായാലും വീട് വരെ ഒന്ന് പോട്ടെ, ലേഖയെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അനന്തുവാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. തെറ്റ് എന്റെ ഭാഗത്താണ്, തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് കടനാണെങ്കിൽ സ്വയം പുലമ്പുന്ന സമയത്ത് ഏട്ടത്തിയെ തള്ളിയിടുന്നത് ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആ കരുണയാണ് അത് ചെയ്തത്. എന്നിട്ട് അവൾ അവിടെ ഉണ്ടോ? എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അവള് ചിലപ്പോ പോയി കാണും ഏട്ടാ. പക്ഷെ എന്തിനാ ഇത്രയ്ക്കും ദ്രോഹം ചെയ്യുന്നത്? എന്തിനാ ഏട്ടാ അവരെല്ലാവരെയും ആ തറവാട്ടിൽ വെച്ച് വാഴിക്കുന്നത്? എല്ലാത്തിനെയും ആട്ടിവിടുക ഏട്ടാ. എന്നിട്ട് അവർക്ക് മുന്നിൽ വാതിൽ പൊട്ടിയടയ്ക്കണം. എന്തിനാ ഇങ്ങനത്തെ ഒരു ഏട്ടനും നാത്തൂനും അമ്മയൊക്കെ? എന്റെ അമ്മയടക്കം എല്ലാത്തിനെയും മാറ്റിവിടണമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ പൊട്ടിക്കരയണം. പിന്നീട് കുഞ്ഞിനൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നീട് അനന്തു ആണെങ്കിൽ ലേഖയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ലേഖ വാതിൽ തുറക്കുമ്പോൾ തന്നെ അനന്തുവിന്റെ മുഖം കണ്ട് എന്താ അനന്തുവേട്ട, എന്താ സംഭവിച്ച്? ലേഖ എത്രയും പെട്ടെന്ന് റെഡിയാവ്. എന്താ കാര്യം? ഹോസ്പിറ്റൽ വരെ ഒന്നും പോണം. ആർക്കെന്താ പ്രശ്നം? അത് നീ സ്വപ്നം കണ്ടതുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. മഹി സ്റ്റെപ്പിൽ നിന്നും
തെന്നി താഴെ വീണോ? എന്ത് താഴെ വീണെന്നോ? ഉയരത്തിൽ നിന്നാണോ വീണത്? അതെ, കരുണ തള്ളിയിട്ടതാണെന്നാണ് മഞ്ജു പറയുന്നത്. ഞാൻ പറഞ്ഞതല്ലേ അവിടെ സേഫ് അല്ലെന്ന്. എന്നിട്ടിപ്പോ മഹി എന്താ കണ്ടീഷൻ? അവളിപ്പോ ICUലാണ്, ബോധമില്ല. അങ്ങനെ മറ്റെന്തെങ്കിലും സംഭവിച്ചോ? തുറന്നു പറയേ, കുഞ്ഞിന് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അനന്തുവിനോട് ലേഖയാണെങ്കിൽ വളരെ ടെൻഷനോട് കൂടി ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം, കണ്ണൻ അവിടെ ആകെ തകർന്നിരിക്കുകയാണെന്ന് അനന്ത് പറയുന്നു. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.